ഈ ഫിഷിനെ വളർത്തുന്നവരൊക്കെ ആണെങ്കിൽ ഇവിടെ വരുമ്പോഴാണെങ്കിലും ഒക്കെ പറയുന്നുണ്ട്, ഈ ഒരു ഫിഷിനെ വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ അതൊന്നും ഒരുപാട് ജീവിച്ചിരിക്കാറില്ല. ഓരോരായിട്ട് ഒരു ഫിഷ് മേടിച്ചുകൊണ്ട് പോകുന്നവർക്ക് നമുക്ക് എങ്ങനെയാണ് ഫിഷിനെ കെയർ ചെയ്യേണ്ടതെന്നോ കാര്യങ്ങളോ ഒന്നും പെട്ടെന്ന് അറിയണമെന്നില്ല. അപ്പം കുറച്ച് ഫിഷുകളെ ഞാനിന്ന് വെച്ചിട്ട് ഒരു 5 ഫിഷിനെ സ്മോൾ ഫിൻസിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വിസിറ്റ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ പലപ്പോഴും ചോദിക്കാറുണ്ട്, നമുക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന കുറച്ച് ഫിഷ് ഏതൊക്കെയാണ്. നമുക്ക് ഈ ഫാമിൽ വളർത്തുന്ന എല്ലാ ഫിഷും പറ്റി നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്നൊന്നുമല്ല. കുറേ എണ്ണത്തിന് ഫിൽട്രേഷൻ ആവശ്യമുണ്ട്, കുറേ എണ്ണത്തിന് ഹീറ്റർ ആവശ്യമുണ്ട്, കുറേ എണ്ണം വാട്ടർ കണ്ടീഷൻസ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഈ ഫാമിൽ വളർത്തുന്ന 5 ഫിഷാണ്. ബിഗിനേഴ്സ് ഇതിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ വലിയ പരിചരണവും കാര്യങ്ങളും ഒന്നും ആവശ്യമില്ല. നമുക്ക് അത് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അത് പോയിക്കോളും. വലിയ നോട്ടം കാര്യങ്ങളൊന്നും വേണ്ട. വെച്ചാൽ ഒരുപാട് വേണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ഒത്തിരി നമ്മൾ ക്രിട്ടിക്കലായിട്ട് കറക്റ്റായിട്ട് നോക്കേണ്ട കുറച്ച് ഫിഷുകളുണ്ട്, അല്ലെങ്കിൽ അതിന് ഇഷ്യൂ വരും. പക്ഷേ ഈ 5 ഫിഷുകൾക്ക് അങ്ങനെ വലിയ ഇഷ്യൂസ് ഒന്നും വരാറില്ല. അപ്പോൾ അങ്ങനെ പറ്റിയ ഒരു 5 ഫിഷാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഇത് കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്കൊരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പം നിങ്ങൾക്കും കുറച്ച് ഹെൽപ്പ് ആവുമെന്ന് വിചാരിക്കുന്നു ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണുന്നത്. അപ്പോൾ അതൊക്കെ തന്നെ. അപ്പോൾ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പം ഞാൻ ഫിഷിനെ കാണിച്ചു തരാം. ആദ്യം കാണിക്കാൻ പോകുന്നത് നമ്മുടെ പ്ലാറ്റീസാണ്. ഉണ്ടോ, ഇതിപ്പോൾ എല്ലാ ടൈപ്പ് പ്ലാറ്റീസും ഇതിൻ്റെ അകത്തുണ്ട്. ഇതെല്ലാം ജുവനൈൽസാണ് കേട്ടോ. ഇതെല്ലാം ചെറുതാണ്. ഇതിനിയും വലുതാകാനുണ്ട്. ഞാനതിൻ്റെ വലിയ പേരൻറ്റ് സ്റ്റോക്കിനെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പേരൻസിനെ നമ്മൾ പ്ലാറ്റീസും മോളീസും ഒരുമിച്ചാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് പ്ലാറ്റീസ്. ഇതിനെ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ വലിയ വാട്ടർ കണ്ടീഷൻ്റെ കാര്യമോ ഒന്നുമില്ല. ഇതിന് കൂടുതൽ നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പായൽ വെള്ളമാണ്. ഗ്രീൻ വാട്ടറാണ്, ഗ്രീൻ ആൽഗേ വാട്ടറാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇവിടെ നമ്മൾ ഇങ്ങനെ വെച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ടാങ്കിലെല്ലാം കാണണമല്ലോ. അപ്പോൾ അതിനെ നമ്മൾ ടാങ്കൊക്കെ ക്ലീനാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഓരോ ടൈപ്പ് പ്ലാറ്റീസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് ഈസി ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു ഫിഷാണ്. ഈ കാണുന്ന ഒരു ഫൈറ്ററാണ് കേട്ടോ, ഫൈറ്ററിൻ്റെ ഫീമെയിൽ. ഇതിലോട്ട് നമുക്ക് വരാം. അടുത്തായി കാണിക്കുന്നത് മോളീസാണ്. മോളി ഫിഷ് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു ഫിഷാണ്. ഇതും ജുവനൈൽ സൈസാണ്. അപ്പം ഇതിൻ്റെയും പേരൻസിനെ ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെ ഇരിക്കുന്നതെന്ന്. അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ടേക്ക് കെയർ ചെയ്യാവുന്നൊരു ഫിഷാണ്. ഇതിന് ശരിക്കും പറഞ്ഞാൽ ആൽഗേ വാട്ടർ തന്നെയാണ് നല്ലത്. മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മളിവിടെ ആൾക്കാർ വന്ന് ഇടയ്ക്ക് കാണാൻ വേണ്ടി നമ്മൾ അത് ക്ലീനാക്കി നല്ല വൃത്തിയാക്കി മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. നമ്മൾ ബാക്കി പേരൻറ്റ് സ്റ്റോക്കിനെ എല്ലാം കീപ്പ് ചെയ്തേക്കുന്ന ഒരു പ്ലാന്റഡ് ആയിട്ടുള്ള ഒരു ടാങ്കിലാണ്. അത് നമ്മൾ അധികം ഡിസ്റ്റർബ് ചെയ്യാറില്ല. നമ്മൾ ഈ ജുവനൈൽസിനെ എല്ലാം നമ്മളിങ്ങനെ മാറ്റി ഇട്ട് വലുതാക്കി എടുക്കുന്നതാണ്. അപ്പോൾ ഇതാണ് മോളീസ്. ഇതും നമുക്ക് അത്യാവശ്യം വലിയ പ്രശ്നങ്ങളില്ലാതെ വളർത്താൻ പറ്റുന്ന ഒരു ഫിഷാണ്. ഇനിയും നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ് ഗപ്പീസാണ്. ഇതിൻ്റെ കൂടെ ഇപ്പോൾ മോളീസും പ്ലാറ്റീസും ഒക്കെ കിടപ്പുണ്ട്. പക്ഷേ ഈ കാണുന്നതൊക്കെ ഗപ്പീസും കാര്യങ്ങളും എല്ലാമാണ്. പിന്നെ ഇത് നമ്മുടെ ഹൈബ്രിഡ് ഗപ്പി അല്ല കേട്ടോ, നോർമൽ ഗപ്പിയാണ്. ഹൈബ്രിഡ് ഗപ്പി ഞാനൊരു ബിഗിനേഴ്സിന് അങ്ങനെ പ്രിഫർ ചെയ്തില്ല. കാരണം നമ്മളാണെങ്കിൽ ഇവിടെ കുറേ ട്രൈ ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ ഓരോ ടെമ്പറേച്ചർ ഇഷ്യൂവും പിന്നെ നമ്മൾ ഈ മേടിക്കുന്ന ഫാമിൻ്റെ അനുസരിച്ചിരിക്കും. അവരെങ്ങനെയാണ് വളർത്തി ആ രീതി വളർത്തിയാൽ ചിലപ്പോൾ അതൊക്കെ നിൽക്കത്തുള്ളൂ. ഇതിപ്പം നമ്മുടെ നോർമൽ ഗപ്പീസാണ്. ഇതിന് ഒരു പ്രശ്നവും ഇല്ല. നമ്മൾ എങ്ങനത്തെ വെള്ളത്തിൽ ഇട്ടെന്ന് പറഞ്ഞാലും ഒരു പ്രശ്നവും വരുന്നില്ല. അതിന് ഇഷ്ടംപോലെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇതിപ്പോൾ നമ്മുടെ ക്രേഫിഷിൻ്റെ കുറേ ബേബീസ് ഉണ്ട്. ഇതിപ്പോൾ കണ്ടോ, ഇതുപോലത്തെ കുറേ ബേബീസിനെ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെയാണ് ഇതെല്ലാം കിടക്കുന്നത്. അപ്പോൾ ക്രേഫിഷും വളരും, ഗപ്പീസും പ്ലാറ്റീസും മോളീസും എല്ലാം കൂടെ ഇതിൻ്റെ അകത്ത് ഒരുമിച്ചാണ് കിടക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വേറൊരു ഫിഷ്. നമുക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഏത് ബിഗിനേഴ്സിനും എത്ര എണ്ണത്തിനെ കൊണ്ടുപോയാലും പ്രോപ്പറായിട്ട്. അതിപ്പോൾ എയറേഷനോ ഒന്നും ഇല്ലെന്ന് പറഞ്ഞാൽ ശരി, വാട്ടർ കണ്ടീഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞാലും ശരി, ഇതിനൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും പറ്റില്ല. നല്ല കളറുള്ളതിനൊക്കെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിലും ഉണ്ടാക്കി കിട്ടും. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ.
അപ്പോൾ ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്നത് സീബ്ര ഡാന്യൂസ് ആണ്. ഇതും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് എങ്ങനത്തെ വാട്ടർ കണ്ടീഷനിൽ വേണേലും കൊണ്ട് ഇടാവുന്ന ഒരു ഫിഷാണ്. പിന്നെ ഇത് കണ്ടോ, ഇതിപ്പോൾ നിറച്ച് പ്ലാന്റ്സും കാര്യങ്ങളും തന്നെയാണ്. പ്ലാറ്റിയുടെയും മോളീസിൻ്റെയും കുഞ്ഞെല്ലാം കിടപ്പുണ്ട്. ഇതിന് മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലാന്റഡ് ടാങ്കാണ്. ഇങ്ങനെ ഇപ്പോൾ ഈ ടാങ്ക് നമ്മളിത് തെർമോക്കോൾ ബോക്സ് ആണ്. ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് എയറേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാം പ്ലാന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഓക്സിജനും കാര്യങ്ങളും എല്ലാമാണ്. ഇവന്മാർക്ക് ഒരു പ്രശ്നമില്ലാതെയാണ് നിൽക്കുന്നത്. ഇങ്ങനെ ഇട്ടേക്കുന്നത് കൊണ്ട് തന്നെ അതിന് വലിയ സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇപ്പം നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടേക്കുന്നതാണ്. അത് അത്യാവശ്യം ഇതായി കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ അത് ബ്രീഡിങ് ട്രൈ ചെയ്യും. ഇവിടെ അങ്ങനെ എല്ലാം മറ്റും ബ്രീഡിങ് ചെയ്യുന്നില്ല, പക്ഷേ നമ്മൾ അത് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചിട്ടേക്കുന്നതാണ്. ഇപ്പോൾ കുഴപ്പമില്ലാതെ നടപ്പുണ്ട്. ഇതും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഫിഷാണ്. പിന്നെ ഇതിലും നല്ല കുറച്ചും കൂടെ വെറൈറ്റി വേണമെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ തീറ്റ കൊടുത്തിട്ടുണ്ടായിരുന്നുണ്ടല്ലോ. കുറച്ച് തീറ്റയൊക്കെ ഇപ്പോഴും കിടപ്പുണ്ട്. അതൊക്കെ നമ്മൾ ഇതിന് കുറച്ച് കഴിയുമ്പോൾ ഞാൻ എടുത്ത് കളയും. അപ്പം ഇത് കണ്ടോ, ഇത് നമ്മുടെ വെയിൽ ടെയിൽ സീബ്ര ഡാന്യൂസ് ആണ്. ഇതും ഒരു നല്ല സംഭവമാണ്. ഇതും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിനും ആകെക്കൂടെ ആവശ്യമെന്ന് പറയുന്നത് പ്ലാന്റഡ് ടാങ്ക് സെറ്റപ്പാണ്. ഇങ്ങനെ നോർമലായിട്ട് ഇങ്ങനെ തെർമോക്കോൾ ബോക്സിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന പോലെ എന്തെങ്കിലും ഒരു ബോക്സിലോ ഇങ്ങനെ ഇതിൻ്റെ അടിയിൽ നമ്മൾ മണ്ണൊക്കെ ഇട്ടിട്ടുണ്ട്. മണ്ണൊക്കെ ഇട്ട് ചെടിയൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ കുഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം എന്നിട്ട് ഇങ്ങനെ നമ്മുടെ ഫ്ലോട്ടിംഗ് പ്ലാന്റ്സും എല്ലാം ഇട്ട് സെറ്റ് ചെയ്തേക്കാണ്. അവന്മാർക്കൊരു പ്രശ്നമില്ല. അപ്പോൾ ഇതിങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത് കൊണ്ട് തന്നെ വലിയ സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഇതിപ്പോൾ അതേ മോളീസിൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെയാണ് കിടക്കുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ പേരൻ സ്റ്റോക്ക്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇതൊക്കെ വലിയ പ്ലാറ്റിയും മോളീസൊക്കെയാണ്. ഇതാണ് ഇവരുടെ മാക്സിമം സൈസ്. ഇതൊരു മെയിൽ മോളിയാണ് കേട്ടോ, ഓറഞ്ച്. ഇത് ഫീമെയിൽ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പേരൻ സ്റ്റോക്ക്. ഇത് നമ്മൾ അധികം ഡിസ്റ്റർബ് ചെയ്യാറില്ല. ഇത് നമ്മൾ ഇതിൻ്റെ അകത്ത് ചിരട്ടയൊക്കെ വെച്ചിട്ട് അതിൻ്റെ അകത്ത് പ്ലാന്റ് നട്ട് ചെയ്തേക്കാണ്. പിന്നെ കുറച്ച് പ്ലാന്റ്സൊക്കെ ഇതിൽ തന്നെ നമ്മൾ കുഴിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ വലിയ സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതാണ് ഫിഷ് ഇരിക്കുന്നത്. പിന്നത്തെ കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി കിടപ്പുണ്ട് കേട്ടോ. അതൊക്കെ മാറ്റണം. നമ്മൾ ഈ പേരൻ സ്റ്റോക്ക് വെക്കുന്നതിൻ്റെ അകത്ത് ഒരുപാട് കുഞ്ഞുങ്ങളെ കീപ്പ് ചെയ്യാത്ത തന്നെയാണ് നല്ലത്. ഇത് നമ്മൾ ഒരു സൈസ് ആകുമ്പോഴത്തേക്കിന് ഇതിനെ മാറ്റണം. ഇപ്പം ഞാനൊരു പാത്രമൊക്കെ സെറ്റ് ചെയ്തിട്ട് ഈ കുഞ്ഞുങ്ങളെ എല്ലാം മാറ്റാനിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മോളീസ്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത ഫിഷാണ്. ഇതിലിപ്പോൾ എയറേഷനും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതിന് എയറേഷനൊന്നും ആവശ്യമില്ല. എന്നാലും ഇത് അത്യാവശ്യം നല്ലൊരു വെറൈറ്റിയാണ്. നമുക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഫിഷാണ് ഇത് വിഡോസ്. ഈ കളർ ഫിഷ് ഉണ്ടല്ലോ, ഇതാണ് വിഡോ ടെട്ര എന്ന് പറയുന്ന ഫിഷ്. ഇതും നമുക്ക് അത്യാവശ്യം ഒരു പ്രശ്നമില്ലാതെ വളർത്താവുന്ന ഫിഷാണ്. ഇവിടുന്ന് റിഫ്ലക്ഷൻ ആയിട്ടോ ഇതാണ് ഫിഷ്. ഇതും നമുക്കങ്ങനെ വലിയ പ്രശ്നങ്ങളില്ലാതെ വളർത്താവുന്നതാണ്. നല്ല വാട്ടർ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നീറ്റാക്കിയൊക്കെ നിർത്തിയാൽ മതി. അല്ലാതെ ഒരുപാട് നീറ്റാക്കണമെന്നൊന്നുമില്ല. എയറേഷൻ ഇവിടെ എല്ലാത്തിലും കൊടുത്തിട്ടുണ്ട്. പക്ഷേ എയറേഷൻ ഇല്ലെന്ന് പറഞ്ഞാലും അത്യാവശ്യം വലിയ ടാങ്കും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇതും കുഴപ്പമില്ലാതെ നിൽക്കുന്ന ഒരു ഫിഷാണ്. ഇത് നമ്മൾ പ്ലാന്റ് ടാങ്കിലൊക്കെ ഉപയോഗിക്കുന്ന ഫിഷാണ് കേട്ടോ, വിഡോ ടെട്ര എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ പ്ലാന്റ്സ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്കൂളിംഗ് ഫിഷാണ്. ഇതിങ്ങനെ ഒരുപാട് ഫിഷ് ഒരുമിച്ച് ഇങ്ങനെ നടക്കുന്ന കാണാനാണ്. റിഫ്ലക്ഷൻ വരുന്നുണ്ട് കേട്ടോ, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്താ ഇപ്പം നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ വിഡോ ടെട്ര. ഇതും വലിയ പ്രശ്നങ്ങളില്ലാത്ത ഫിഷാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫിഷിൻ്റെ വാട്ടർ കണ്ടീഷനും കാര്യങ്ങളും ഒന്നും അത്ര കറക്റ്റല്ല. നമ്മൾ അത്ര ക്ലീനായിട്ടൊന്നും നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഏത് ഫിഷാണെങ്കിലും ഇഷ്യൂസ് വരാം. അപ്പം അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ നമ്മളെന്തായാലും ഫിഷിനെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നതല്ല. അപ്പം ജസ്റ്റ് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ചീത്തയാകുമ്പോഴത്തേക്കിനും കുറച്ചൊക്കെ വെള്ളം മാറ്റി കുറച്ച് ഉപ്പുമൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒന്ന് റെഡിയാക്കി വെക്കുവാണെങ്കിൽ മീനെല്ലാം നല്ല ഹെൽത്തി ആയിട്ട് ഇരുന്നോളും. അങ്ങനെ വലിയ ഇഷ്യൂസും കാര്യങ്ങളും ഒന്നും വരത്തില്ല. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഓവർ ക്രൗഡ് ചെയ്യുമ്പോഴാണ് ഈ ഫിഷിങ്ങിൻ്റെ ഇഷ്യൂസ് കൂടുന്നത്. നമ്മളൊരു ടാങ്കിൽ ഇതിൻ്റെ ഒരു നമ്പറുണ്ട്. അതിപ്പം കറക്റ്റായിട്ട് എനിക്ക് ഒന്നും അറിയത്തില്ല. ഞാനൊരു ഉദ്ദേശത്തിലാണ് ഫിഷൊക്കെ ഇടുന്നത്.
അപ്പം അങ്ങനെ നമ്മൾ ഓവർ ക്രൗഡ് ചെയ്യാതെ ഇരുന്നാൽ തന്നെ ഫിഷ് നല്ല ഹെൽത്തി ആയിട്ട് ഇരുന്നോളൂ. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള 5 ഫിഷിനെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പം വേറെയും കുറച്ച് ഫിഷ് ഉണ്ട് കേട്ടോ ഈ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള. ചില നമ്മളിവിടെ വളർത്തുന്ന ചില ടെട്രകൾ, വേറെ ടൈപ്പ് ടെട്രകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും വലിയ പ്രശ്നമില്ലാത്തതാണ്. ഇവിടെ ഇതിലിട്ടേക്കുന്ന നിയോൺ ടെട്ര ആണെങ്കിൽ അതിന് എയറേഷനോ ഒന്നുമില്ല, ജസ്റ്റ് പ്ലാന്റ്സും സബ്സ്ട്രേറ്റും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു കുഴപ്പമില്ല, നല്ല കളറേഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അതും ഒരു എക്സ്ട്രാ എന്ന് വേണേൽ കൂട്ടിക്കോ. അപ്പം ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഈ ചെറിയ വീഡിയോ. അപ്പം നമ്മുടെ ഫിഷുകളെ എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഒരു ചെറിയ ഇൻഫർമേഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പം എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ട പ്ലീസ് ഡു ലൈക്ക് ആൻഡ് കമൻറ്റ് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ ഹാപ്പി ഫിഷ് കീപ്പിംഗ് ഗൈസ്. ബൈ.